നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും പ്രേതകഥകൾ കേൾക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. എന്നാൽ ഇവയെല്ലാം സത്യമാണോ അല്ലയോ എന്ന് പലർക്കും സംശയമാണ്. ഇതേ സംശയം തന്നെ എന്നെയും പലപ്പോഴും വേട്ടയാടാറുണ്ട്. അങ്ങനെയിരിക്കെയാണ് സത്യമാണോ അല്ലയോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കഥ ഞാൻ കേട്ടത്. ഒരു ഇന്ത്യൻ റെയിൽവേ 47 വർഷം ഒരു പ്രേതം കാരണം അടച്ചിട്ട കഥ. ആ റെയിൽവേ സ്റ്റേഷനാണ് വെസ്റ്റ് ബംഗാളിലെ ബേഗൻകോഡ റെയിൽവേ സ്റ്റേഷൻ. ഇന്നും സൂര്യൻ അസ്തമിച്ചാൽ ഇവിടെ ആരും കാണില്ല. പ്രേതശല്യമാണ് പ്രധാന കാരണമെന്ന് ഇവിടുത്തെ ഗ്രാമവാസികൾ പറയുന്നു. ഇവിടുത്തെ പ്രദേശവാസികൾ എല്ലാവരും തന്നെ ആരെയാണ് ഭയപ്പെടുന്നത് എന്നതിന് തെളിവില്ല. പക്ഷേ എല്ലാവർക്കും പറയാനുള്ള ഒറ്റൊരു കാരണം അതിവിടുത്തെ പ്രേതശല്യം തന്നെയാണ്. ഇതിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ 1960-ലാണ് ആ സമയത്തെ രാജ്ഞിയായ ലജൻകുമാരി രാജ്ഞി ഉൾപ്പെട്ട് ഈ റെയിൽവേക്ക് അനുമതി നൽകിയത്. അവിടുത്തെ ഗ്രാമവാസികൾക്കെല്ലാം തന്നെ ഇങ്ങനെയൊരു റെയിൽവേ വന്നതോടുകൂടി വളരെ സന്തോഷമായി. അങ്ങനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന സമയത്താണ് 1967 അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ വൈകുന്നേരം ഒരു കാഴ്ച കണ്ടത്. ആ കാഴ്ച അദ്ദേഹത്തെ അത്രയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഒരു സ്ത്രീ റെയിൽവേ ട്രാക്കിലൂടെ വേഗത്തിൽ അലറിക്കൊണ്ടോടുന്നതാണ് അവർ കണ്ടത്. അപ്പോഴാണ് ഒരു ട്രെയിൻ വന്നത്. സ്വാഭാവികമായും ആ ട്രെയിൻ അവരുടെ ദേഹത്ത് കയറിയാൽ അവർ മരിക്കും. പക്ഷേ സ്റ്റേഷൻ മാസ്റ്റർ കണ്ട കാഴ്ച, ആ ട്രെയിൻ പോയ ശേഷവും അതേ സ്ത്രീ ആ സ്ഥലത്ത് നിന്ന് ഓടുന്നതാണ്. അവർക്ക് ഒന്നും സംഭവിച്ചില്ല. ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന കാഴ്ച അദ്ദേഹം പലരോടും പറഞ്ഞു. പക്ഷേ ഒരാൾ പോലും അദ്ദേഹത്തിന് വിശ്വസിക്കാനുണ്ടായിരുന്നില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരും കണ്ട ദാരുണമായ കാഴ്ച, സ്റ്റേഷൻ മാസ്റ്ററും കുടുംബവും മരണപ്പെട്ടതാണ്. ഈ വാർത്ത നാട്ടിലെങ്ങും പരന്നു. ഇതോടെ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞ കാര്യം ഏകദേശം സത്യമാണെന്ന് പലർക്കും ബോധ്യപ്പെട്ടു. മാത്രമല്ല പലരും ഇതേ സ്ത്രീയെ ഇതേ സ്ഥലത്ത് വെച്ച് കണ്ടതായി പറഞ്ഞു പരത്താൻ തുടങ്ങി. അങ്ങനെ ആ റെയിൽവേ സ്റ്റേഷനിൽ ജോലി ചെയ്തവർ പലരും ജോലി ഉപേക്ഷിച്ച് അവരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾ നിർത്താതെയായി. അങ്ങനെ സന്ധ്യ ആവുന്ന സമയങ്ങളിൽ ഇവിടെ ശൂന്യമായി കാണപ്പെട്ടു. ഒരു മനുഷ്യജീവി പോലും ഈ സ്ഥലത്തുണ്ടാവാറില്ല. പിന്നീടും പലരും ഈ സ്ത്രീയെ കണ്ടതായി അഭിപ്രായപ്പെട്ടു. അങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആരും വരാതായതോടുകൂടി റെയിൽവേ സ്റ്റേഷൻ അടച്ചിടാൻ തീരുമാനിച്ചു. റെയിൽവേ ട്രാക്കിൽ പണ്ട് ആത്മഹത്യ ചെയ്ത ഏതോ ഒരു സ്ത്രീയുടെ ആത്മാവാണിതെന്ന് പലരും പറയുന്നു. അങ്ങനെ 47 വർഷങ്ങൾക്ക് ശേഷം ഏകദേശം 1990-കളിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വീണ്ടും തുറക്കാൻ നിവേദനം പോയി. അങ്ങനെ 2009 റെയിൽവേ മിനിസ്റ്റർ ആയിരുന്ന മമതാ ബാനർജി ഇത് വീണ്ടും ഓപ്പൺ ചെയ്യാൻ ഉത്തരവിട്ടു. പക്ഷേ പലരും ഇവിടെ ജോലി ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഇന്നും ഈ റെയിൽവേ സ്റ്റേഷനെ പറ്റി ദുരൂഹതകൾ പരക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് ആർക്കും ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലരും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇതിന്റെ ആ നിഗൂഢത അതിന്നും ഒളിഞ്ഞിരിക്കുകയാണ്.